ശാശ്വതമാണോ? ചോദിച്ചിട്ടില്ലേ? തകർന്ന ജീവിതമെന്ന് മറ്റുള്ളവർ പറഞ്ഞ് പരിഹസിച്ചപ്പോൾ അയ്യോ അവളുടെ കുടുംബജീവിതം, അവൻ്റെ ജീവിതം അത് തകർന്നുപോയി. ആർക്കും ചേർത്തു വയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ നാലാൾ കൂടുന്നിടത്ത്, പരിചയക്കാരും അറിയുന്നവരും ഒത്തുചേരുന്നിടത്ത് തകർച്ച പരിഹസിക്കപ്പെടലിനും നിന്ദയ്ക്കും അപമാനത്തിനും ഇടയാക്കി അർദ്ധരാത്രികളിൽ കരഞ്ഞാലും കൊതി തീരാതെ വേദന സ്വയം കടിച്ചമർത്തി നാളുകൾ എണ്ണിത്തീർക്കുന്ന ചോദ്യമാണ്, ഈ തകർച്ച ശാശ്വതമാണോ? ഇതിനൊരു അറുതിയില്ലേ? എന്നെങ്കിലും സന്തോഷത്തോടെ 4 പേരുടെ മുമ്പിൽ, അല്ലേ സഹോദര സഹോദരി, തകർന്നുപോയ തൊഴിൽ മേഖല, സ്ഥിര വരുമാനമില്ല, ഒരു ദിവസം ജോലിയുണ്ടെങ്കിൽ 2 ദിവസം ജോലിയില്ല, ജോലി ചെയ്ത് കിട്ടുന്നത് അതുകൊണ്ട് ചിലവ് നടത്തുവാൻ കഴിയുന്നില്ല, കടം കൂടെ വാങ്ങേണ്ടി വരുന്നു. പ്രതീക്ഷയുണ്ട് അടുത്ത നാളുകളിൽ ജോലി ഉണ്ടാകും, തിരികെ കൊടുക്കാം, പക്ഷേ സ്ഥിര വരുമാനമില്ല, ഉള്ള ജോലി തന്നെ നേരെ ചെയ്യുവാൻ കഴിയുന്നില്ല, അല്ലേ? തകർച്ച, തൊഴിൽ മേഖല തകർന്നിരിക്കുന്നു. എത്ര നാൾ കടം വാങ്ങും? എത്ര നാൾ അവധി പറയും? എത്ര ദിവസം തലകുനിച്ച് നിൽക്കും? എത്ര ദിവസം പരിഹസിക്കപ്പെടും? എത്ര ദിവസം നിന്ദിക്കപ്പെടും? ഏതുവരെ? മരണം വരെ. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യും വരെ ഈ തകർച്ച തുടരുമോ? ഇതിനൊരു അറുതിയില്ലേ? ഇതിനൊരു അന്തമില്ലേ? തകർച്ച, തകർന്നുപോയ ആരോഗ്യം, എന്നും ദീനം, എന്നും രോഗം. ആദ്യമൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും കൂടിരുന്ന് സംസാരിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും ആൾക്കാരുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു, അല്ലേ മാതാവേ, പിതാവേ. ഇപ്പോ അവർക്ക് തന്നെ ഇറിറ്റേറ്റ് ആകുന്ന അവസ്ഥ. അവർ സ്വയം നിന്റെ രോഗത്തെ ചൊല്ലി പരിഹസിക്കുന്നു, നിന്നെ പരിഹസിക്കുന്നു. വേദനയാ. എന്നാലും എൻ്റെ മക്കൾ ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാനായിരിക്കുന്ന ഈ രോഗാവസ്ഥയിൽ എൻ്റെ ബലഹീനത അവർ തിരിച്ചറിയുന്നില്ലല്ലോ. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതൊന്നും ചെയ്തു തീർക്കുവാൻ കഴിയാതെ തകർന്ന ആരോഗ്യവുമായി, തകർന്ന ശരീരവുമായി, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ഇനി ഇതാണോ എൻ്റെ അവസ്ഥ? ഈ തകർച്ചയിലൂടെ തന്നെ രോഗം വന്ന് തകർന്ന ഈ ശരീരവുമായി തന്നെ ഞാൻ എൻ്റെ ജീവിതം ജീവിച്ച് തീർക്കേണ്ടി വരുമോ? ഈ തകർച്ച ശാശ്വതമാണ്. തലമുറകളുടെ ഭാവി തകർന്നുപോയി. വളരെ പ്രതീക്ഷയോടെ പഠിപ്പിച്ചു, ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടു, ഒത്തിരി ആഗ്രഹിച്ചു, പക്ഷേ ഒരിടത്തും എത്തുവാൻ കഴിയാതെ തകർന്നു. അവന്റെ ഭാവി തകർന്നു, അവളുടെ ഭാവി തകർന്നു, അവരുടെ ജീവിതം തകർന്നു. കേട്ട് കേട്ട് കാതുകൾ തഴമ്പിച്ചിരിക്കുന്നു, അല്ലേ? ഹൃദയത്തിനകത്ത് ഉണങ്ങാത്ത മുറിപ്പാടുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ തലമുറകളെ കുറിച്ച് നീ സ്വപ്നം കണ്ട, നീ പ്രതീക്ഷിച്ച, നിന്റെ വാർദ്ധക്യത്തിൽ നിനക്ക് തണലും ആശ്രയവുമായി മാറേണ്ട നിന്റെ തലമുറകളെ കുറിച്ച് അവരുടെ ഭാവി തകർന്നുപോയി, അവരുടെ വിദ്യാഭ്യാസം തകർന്നുപോയി, അവരുടെ നല്ല സ്വഭാവം തകർന്നുപോയി. തകർച്ച, പരാജയം. അയ്യോ, എന്നും ഇത് തന്നെയാണ്. കടക്കാരനായി, കൈനീട്ടുന്നവനായി, തലകുനിച്ചവനായി, വേദനിക്കുന്നവനായി, കരയുന്നവനായി എന്നും എൻ്റെ ജീവിതത്തിൽ ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഈ തകർച്ച ശാശ്വതമാണോ? ഇതിനൊരു അറുതിയില്ലേ? ചോദ്യമാണ്. ഉത്തരമുണ്ട്. വെറും ഉത്തരം മാത്രമല്ല, നിന്റെ ജീവിതത്തെ മാറ്റുന്നൊരു പ്രവൃത്തിയും. എന്നിൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന്. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ എപ്പിസോഡുകൾ എന്നെ കേൾക്കുന്ന നിങ്ങളിലേറെ പേർക്ക് വളരെ ആത്മീക ഭൗതിക വിടുതലുകൾക്കും ഉണർവിനും കാരണമായി എന്ന് കേൾക്കുന്നതിൽ, അറിയുന്നതിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നു. ഒപ്പം നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. അതെ, ഇന്ന് നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ സമയവും പാഴായി പോകരുത്. ഞങ്ങൾക്ക് നിർബന്ധമാണ് നിങ്ങൾ ഞങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം പാഴായി പോകരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമായി നിങ്ങൾ ഈ സമയത്തെക്കുറിച്ച് പറയണം. അതെ, ആ ദൈവദാസനിലൂടെ ഞാൻ കേട്ട ശബ്ദം എൻ്റെ ജീവിതത്തെ മാറ്റി. ആ മനുഷ്യനിലൂടെ ദൈവം എന്നോടാണ് സംസാരിച്ചത്. അവൻ വായി തുറന്നത് എനിക്ക് വേണ്ടിയാണ്.
ഞാൻ അർദ്ധരാത്രികളിൽ കരഞ്ഞ് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരമാണ് ദൈവം എനിക്ക് ഈ മനുഷ്യനിലൂടെ തന്നത് എന്ന് നിങ്ങൾ പറയണം. അതേ, ഉത്തരം മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ തൻ്റെ പ്രവൃത്തിയെ നിവർത്തിച്ചു. നിങ്ങൾ സാക്ഷ്യം പറയണം. അല്ല, നിങ്ങൾ പറയും, വിശ്വസിക്കുന്നുവോ? നിങ്ങളുടെ തകർച്ചകളെ പണിയുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളെ സാക്ഷ്യം പറയിക്കുന്നവരാക്കി മാറ്റുവാൻ എൻ്റെ ദൈവം ഇന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്കൊപ്പമുണ്ട്. വിശ്വസിക്കുന്ന നിങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനുള്ള സാക്ഷ്യം പങ്കുവയ്ക്കും. വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. അവിധത്തിൽ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് തന്ന ഉത്തരവും, ഒരു ഭക്തൻ്റെ ജീവിതത്തിലൂടെ ദൈവവും ആ ഭക്തനുമായി ചേർന്നുള്ള ഒരു കൂടിക്കാഴ്ചയിലൂടെ തന്ന ഉത്തരവും, എவ்விധത്തിലാണ് ഈ തകർച്ച അത് ദൈവിക ഉദ്ദേശത്തിൻ്റെ മുഖാന്തരങ്ങളായി മാറുന്നത്, ഈ തകർച്ചയിൽ നിന്ന് എவ்விധത്തിലാണ് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത്, അതിനായി നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്യാദി കാര്യങ്ങൾ അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അല്പമായി ധ്യാനിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വാക്യത്തിലേക്കല്ല, ഒരു സംഭവത്തിലേക്ക് തന്നെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. യഹോവയിങ്കൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. 5-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കട്ടെ. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ? അതെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളോട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ചോദിക്കുന്നു. അതെ, ആ കുശവൻ ചെയ്തതുപോലെ എൻ്റെ ദൈവത്തിന്, നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയുകയില്ലയോ? ഊവ് എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിശ്ചയമായും എൻ്റെ ദൈവം തകർന്നുപോയ നിങ്ങളുടെ ജീവിതത്തെ പണിയും, തകർന്നുപോയ നിങ്ങളുടെ തൊഴിൽ അനുഭവങ്ങളെ പണിയും, തകർന്നുപോയ നിങ്ങളുടെ ആരോഗ്യത്തെ പണിയും, തകർന്നുപോയ നിങ്ങളുടെ നന്മകളെ പണിയും, തകർന്നുപോയ നിങ്ങളുടെ തലമുറകളെ പണിയും, തകർന്നുപോയ അവരുടെ ഭാവിയെ പണിയും. അതേ, തകർച്ചകളെ ദൈവം പണിയും. നോക്കൂ, ഈ സംഭവം എന്നെ കേൾക്കുന്ന നിങ്ങളിലേറെ പേർക്കും സുപരിചിതമാണ്. അപരിചിതമായി, അതെ, അപരിചിതരായി ആരെങ്കിലും, ഈ വേദഭാഗത്തിന് അപരിചിതരായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകൾ പറയേണ്ടത് ആവശ്യമാണല്ലോ. അവിടെ യിരെമ്യാവെന്ന പ്രവാചകൻ അഥവാ ഭക്തൻ, ഒപ്പം ഒരു കുശവൻ വെറുതെ ഇരിക്കുകയല്ല, ചക്രത്തിൽ കളിമണ്ണ് കൊണ്ട് പാത്രമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ദൈവം ഭക്തനായ യിരെമ്യാവിനെ ഈ കുശവന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. കുശവനെ ചൂണ്ടി ദൈവം പറയുന്നു, ആ കുശവൻ ഞാനാണ്. തൻ്റെ കയ്യിൽ ഉടഞ്ഞൊരു പാത്രമുണ്ട്. ആ പാത്രത്തെ ചൂണ്ടി ദൈവം പിന്നെയും പറയുന്നു, യിരെമ്യാവേ, ആ പാത്രം നീ ഉൾപ്പെടുന്ന ഇസ്രായേൽ ഗൃഹമാണ്, അഥവാ ദൈവത്തിൻ്റെ ജനമാണ്. നോക്കൂ, തകർച്ചയുടെ അനുഭവത്തെ ഭക്തന് മുമ്പിൽ വരച്ചു കാട്ടുന്ന ദൈവം, താൻ ഉൾപ്പെടുന്ന ഇസ്രായേൽ ജനം തകർച്ചയിലായിരിക്കുന്നു. ആ കാലഘട്ടം പരിശോധിച്ചാൽ അവർ പാലായനത്തിൽ പിടിക്കപ്പെട്ട അവസ്ഥയാണ്. പല രാജാക്കന്മാരും അവർ തിരഞ്ഞെടുക്കാത്ത, അവർക്ക് വേണ്ടി ദൈവം നിയോഗിക്കാത്ത രാജാക്കന്മാർ അവരെ ആളുന്നു അഥവാ വാഴുന്നു. ഫലമോ അവർ അടിമകളായിത്തീരുന്നു. അവരുടെ അധ്വാനം കവരപ്പെടുന്നു, അവരുടെ നന്മകൾ കവരപ്പെടുന്നു. അവരുടെ തലമുറകൾ മറ്റു പല ഇടങ്ങളിലും മാതാപിതാക്കൾക്ക് പ്രയോജനപ്പെടേണ്ട മക്കൾ അടിമകളായി, ഷണ്ണന്മാരായി മാറുന്ന അനുഭവം. അയ്യോ, പുതിയ തലമുറകളില്ല. അതെ, ഷണ്ണന്മാരായി മാറുന്നു. അടുത്ത തലമുറയില്ല. നീ കരയുക. സ്തോത്രം. വല്ലാത്തൊരവസ്ഥയാണ്. വിവാഹം കഴിഞ്ഞു, ഏറെ നാളായി, ഒത്തിരി ട്രീറ്റ്മെന്റുകൾ ചെയ്തു. ആ കുഞ്ഞ് വിളിച്ച് പറയുന്നുണ്ട്, അമ്മേ, ഇനി ഇങ്ങനെ അധികം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഞാൻ പറയാൻ പോവുക, എന്നെ വിട്ടിട്ട് വേറെ ആരെങ്കിലും കെട്ടി ജീവിക്കാൻ വേണ്ടി. വല്ലാത്തൊരവസ്ഥയാ. അതെ, അടിമത്വത്തിൽ ഷണ്ണത്വമുണ്ട്.
തലമുറകൾ ഉണ്ടാകരുത്. ആ ഷണ്ണത്വത്തെ കർത്താവ് തകർക്കുക. പ്രാർത്ഥിക്ക്. കർത്താവ് ഒരു ഉദരഫലത്തെ തന്ന് അനുഗ്രഹിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതെ, ഡോക്ടർ അസാധ്യമെന്ന് പറഞ്ഞത് നിന്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് സാധ്യമാക്കി തരുവാൻ പോകുക. ആ അടിമത്വത്തെ കർത്താവ് തകർക്കുക. താങ്ക് യു ലോർഡ്. ആമേൻ. അടിമത്വം വലിയ തകർച്ച, വല്ലാത്തൊരവസ്ഥയാണ്. എന്തുകൊണ്ടാണ് അവർ തകർന്നത്? കാരണം മറ്റൊന്നുമല്ല, അവർ വിഗ്രഹങ്ങളെ സേവിച്ചു. അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. കൽപ്പനകൾ പ്രമാണിക്കുന്നതിന് അവർ വിമുഖത കാണിച്ചു. പ്രിയരെ, ദൈവവചനം അനുസരിക്കുന്നതിനും ദൈവത്തിനോട് ചേർന്ന് സഞ്ചരിക്കുന്നതിനും അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നതിനും നിങ്ങൾ വിമുഖത കാണിക്കുമ്പോൾ നിങ്ങൾ അടിമകളായിത്തീരും. ലോകത്തിന് നിങ്ങൾ അടിമകളായിത്തീരും. പിശാചിന് നിങ്ങൾ അടിമകളായിത്തീരും. ദുഷ്ട മനുഷ്യർക്ക് നിങ്ങൾ അടിമകളായിത്തീരും. അതെ അല്ലേ സഹോദരി? നിന്റെ സങ്കടം അതാ. നിന്റെ ഭർത്താവ് നിന്റെ വാക്ക് പോയിട്ട് ലോകത്തിലുള്ളവരെ എല്ലാ വാക്കും കേൾക്കും. അതെ, അടിമകളായിത്തീരുന്നു. നിനക്കറിയാം, അയ്യോ ഈ മനുഷ്യൻ എങ്ങനെയാ അവരുടെ വാക്ക് കേട്ടിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ, അവർ മോശക്കാരാണെന്ന് ഈ മനുഷ്യൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതല്ലേ നിന്റെ സങ്കടം? അല്ലേ സഹോദര? നിന്റെ ഭാര്യ, അവരൊക്കെ എത്രത്തോളം ചീപ്പായി ചിന്തിക്കുന്ന, എത്രത്തോളം ചീപ്പായി ബിഹേവ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് അവൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇപ്പൊ അവര് പറയുന്നത് കേട്ട് മനസ്സിലാവുന്നുണ്ടോ? അടിമത്വം. അവൻ ദുഷ്ട മനുഷ്യരിലേക്ക് നിന്നെ ആകർഷിച്ചു കൊണ്ടുപോകുന്ന ഒരു പൈശാചിക മണ്ഡലം നീ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നിന്റെ പ്രിയപ്പെട്ടവനെ, നിന്നെ സ്തോത്രം, നിന്റെ തലമുറകളെ ദുഷ്ട മനുഷ്യരിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോകുന്ന ഒരു അടിമത്വം. കാരണം എന്താണ്? കൽപ്പനകൾ പ്രമാണിക്കുവാനുള്ള മടി, ദൈവവചനത്തോടുള്ള വിമുഖത, ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുവാനുള്ള താല്പര്യമില്ലായ്മ. അത് തന്നെ. പ്രാർത്ഥനയുമില്ല, ഉപവാസവുമില്ല, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാൻ വയ്യ. ഫലമോ ദുഷ്ടമനുഷ്യരാൽ, പിശാചിന്റെ ഇഷ്ടം ചെയ്യുന്ന ദുഷ്ടമനുഷ്യരാൽ പിടിക്കപ്പെടുന്നു. തകർച്ച. ആ തകർച്ചയിൽ നിന്ന് കർത്താവ്, അതെ, നിന്റെ ഭർത്താവിനെ പുറത്തു കൊണ്ടുവരും. ആമേൻ. യേശുവിൻ നാമത്തിൽ. അവരുടെ പിടിയിൽ നിന്ന്, അവളുടെ പിടിയിൽ നിന്ന്, അവന്റെ പിടിയിൽ നിന്ന്, അതെ, നിന്റെ പങ്കാളിയെ എൻ്റെ കർത്താവ് തിരികെ കൊണ്ടുവരും. മാതാവേ, പിതാവേ, നിന്റെ തലമുറകളെ ആ ദുഷ്ട മനുഷ്യരുടെ പിടിയിൽ നിന്ന് എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവന്ന് അവരെ മാനിക്കുവാൻ പോവുക. ആമേൻ. സ്തോത്രം. നോക്കൂ, അവർ പിടിക്കപ്പെട്ടു. വലിയ തകർച്ചയിലൂടെ കടന്നു പോകും. ആ തകർച്ചയെ ഉദാഹരിക്കുവാൻ കുശവന്റെ ഭവനത്തിൽ ഇരമ്യാവിനെ എത്തിക്കുന്ന ദൈവം. അപ്പോ ഇരമ്യാവിനോട് ദൈവം പറയുകയാണ്, നീ ഉൾപ്പെടുന്ന എൻ്റെ ജനം തകർച്ചയിലാണ്. ആ തകർച്ച എന്ത് ദൈവിക ഇടപെടലിൻ്റെ മുഖാന്തരമാണ്? ഒന്ന്, ആ തകർച്ചയിൽ ഭക്തൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. വലിയ തകർച്ച. അയ്യോ, ഈ തകർച്ച ഇത് ശാശ്വതമാണോ? ഇത് എന്നേക്കുമുള്ളതാണോ എന്ന് നീ ചോദിച്ചിരിക്കുന്ന ഈ തകർച്ച ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവളായി നിന്നെ മാറ്റും. അതെ, നീ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. തകർച്ചയുടെ മധ്യത്തിലാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ. നിങ്ങൾ സന്തോഷമായിരിക്കുമ്പോഴല്ല, ലോകം മുഴുവൻ നിങ്ങൾക്കൊപ്പം ഉള്ളപ്പോഴല്ല, ലോകം മുഴുവൻ നിങ്ങളെ തലയിൽ ചുമന്ന് തുള്ളി ചാടുമ്പോഴല്ല, അതെ, തകർന്നവനായി ആരും നിങ്ങളോട് പറയുവാനും നിങ്ങളെ കേൾക്കുവാനും ഇല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്കായി തീരുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കും. ഈ തകർച്ച നീ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ അത്രയും പലപ്പോഴും നീ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. എനിക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം. അതെ, ആ ദൈവം നിന്നോട് സംസാരിക്കുക. ആമേൻ. നോക്കൂ, ഇവിടെ തിരിച്ചറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ, അവരുടെ പാപമാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും പാപികളാണോ? ഒരിക്കലുമല്ല. ഈ സ്തോത്രം, ഇരമ്യാവ് പാപിയല്ല. ഇരമ്യാവിൻ്റെ കുടുംബം, പുരോഹിതന്മാരുടെ കുടുംബം, അവർ പാപികളല്ല. എല്ലാവരും പാപികളല്ല. പക്ഷേ പാപത്തിന്റെ ഫലം പാപം ചെയ്യാത്തവരും അനുഭവിക്കുന്നു. അയ്യോ, അതൊരു വലിയ കഷ്ടമല്ലേ? നിന്റെ മക്കൾ ചെയ്യുന്ന പാപത്തിന്റെ ഫലം, നിന്റെ ഭർത്താവ് ചെയ്യുന്ന, നിന്റെ പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ ചെയ്യുന്ന പാപത്തിന്റെ ഫലം നീ അനുഭവിക്കുന്നു. ഒപ്പമുള്ളവർ ചെയ്യുന്ന തെറ്റുകളുടെ ശിക്ഷ കണ്ണുനീരായി, നിലവിളിയായി നീ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അയ്യോ, ദൈവം ഇത്ര ക്രൂരനോ? ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ കരയേണ്ടി വരുന്നത്? ചോദ്യം അതല്ലേ? ഉത്തരമുണ്ട്. നോക്കൂ, ഈ പാപം ചെയ്തവർ, പാപത്തിൽ ജീവിക്കുന്നവർ, അവർ ദൈവത്തിന്റെ ശബ്ദം ഒരിക്കലും കേൾക്കത്തില്ല. അതിനർത്ഥം ദൈവത്തിന് അവരെ വേണ്ട എന്നല്ല. ആ ഒന്നിനെയും നഷ്ടപ്പെടുത്താത്ത ദൈവമാണ്.
എല്ലാവരും മാനസാന്തരപ്പെടേണ്ടതിന് വേണ്ടി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന് അവരിലേക്ക് എത്തുന്ന ശബ്ദമായി മാറുവാൻ നിന്നെ ആവശ്യമുണ്ട്. നീ കരയേണ്ടി വന്നത്, നീ തകർച്ചയിലൂടെ കടന്നു പോകേണ്ടി വന്നത്, തകർന്നുകൊണ്ടിരിക്കുന്ന, ദൈവത്തിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുടെ ശബ്ദമായി മാറുവാനാണ്. സഹോദരി, കാരണമില്ലാതെ നീ കരയുന്നുണ്ടെങ്കിൽ, സഹോദര, കാരണമില്ലാതെ നീ കരയുന്നുണ്ടെങ്കിൽ, തകർന്നുപോയ, പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ, പിടിപ്പെട്ടുപോയ ഒത്തിരി പേരുടെ മടങ്ങി വരവിന് കാരണമായി നീ മാറുവാൻ പോകുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ദേശത്തിന്റെ മടങ്ങി വരവിനായി, നിന്റെ ബന്ധുജനങ്ങളുടെ മടങ്ങി വരവിനായി, ചിലർ കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയുവാൻ നീ ഒരു മുഖാന്തരമായി മാറുവാൻ പോകുക. ഇരമ്യാവ് പാപം ചെയ്തിട്ടല്ല ഇരമ്യാവ് തകർച്ചയിലൂടെ കടന്നു പോകേണ്ടി വന്നത്. കരയുന്ന പ്രവാചകനെന്ന് അറിയപ്പെടേണ്ടി വന്നത് അവൻ പാപം ചെയ്തിട്ട് മറിച്ച് പാപം ചെയ്ത ഒരു വലിയ കൂട്ടം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി നീ എന്തിന് കരയുന്നു, എന്തിന് കരയേണ്ടി വന്നു? ഉത്തരം ഇതാണ്. അതേ, പാപം ചെയ്ത് തെറ്റ് ചെയ്ത് അകന്നുപോയ ഒത്തിരി പേർ നിന്നിലൂടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കേണ്ടതുണ്ട്. രണ്ടാമതായി നോക്കണമേ, ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. സ്തോത്രം. ആ പ്രശ്നത്തിലേക്ക് ഇരമ്യാവിനെ ദൈവം നടത്തുകയാണ്. വേണമെങ്കിൽ ദൈവത്തിന് എന്ത് ചെയ്യാം? ഇരമ്യാവിനെ ആ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥാനത്ത് കൊണ്ടുപോയി ഇരുത്താം, അല്ലെങ്കിൽ വിശ്രമിപ്പിക്കാം, ആശ്വസിപ്പിക്കാം. ദൈവം അത് ചെയ്യുന്നില്ല. മറിച്ച് ആ പ്രശ്നത്തിലേക്ക് ഇരമ്യാവിനെ ദൈവം നടത്തുന്നു, ഭക്തനെ ദൈവം നടത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളൊരു പ്രശ്നത്തിലാണെങ്കിൽ അതിനെ ഓടി ഒളിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. ലോക മനുഷ്യനാണ് ഓടി ഒളിക്കുന്നത്. അവൻ ഓടി ഒളിച്ചിരിക്കുവാൻ വേണ്ടി മദ്യമെന്ന മറ തേടും, മയക്കുമരുന്നുകളെന്ന മറ തേടും, കൂട്ടുകെട്ടുകളെന്ന മറ തേടും, അവിഹിതമെന്ന മറ തേടും. ലോക വഴികളിൽ അതെല്ലാം സുലഭമാണ്. അങ്ങനെ ഓടി ഒളിച്ച് അവസാനം മരണത്തിൽ, ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുക അല്ല ഒരു ഭക്തൻ ചെയ്യേണ്ടത്. മറിച്ച് ഒരു പ്രശ്നമുണ്ടോ അതിന് നേരിടുവാൻ തയ്യാറാകുക. എന്ത് തന്നെ ആയിരുന്നാലും, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ത് തന്നെ ആയിരുന്നാലും, അത് എത്ര വലുതായിരുന്നാലും, അതേ ആ കടം, അത് പ്രശ്നമാണ്, അഭിമുഖീകരിക്കുക. ഓടി ഒളിച്ച് എവിടെ വരെ നീ ഓടി ഒളിക്കും? ആമേൻ. ആ രോഗം, അതെ, അഭിമുഖീകരിക്കുക. നീ എവിടെ വരെ ഓടി ഒളിക്കും? മക്കളുടെ പ്രശ്നം, തകർച്ച, വിവാഹം നടക്കുന്നില്ല, വിവാഹം കഴിഞ്ഞു പോയി, അവിടെ സന്തോഷമായിട്ട് ജീവിക്കുവാൻ കഴിയുന്നില്ല, എനിക്ക് വയ്യ, എവിടെയെങ്കിലും പോയി. ഇല്ല, നീ എവിടെയെങ്കിലും പോകുവാനുള്ളവളല്ല, നീ ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കുവാനുള്ളവളാണ്. അതേ സഹോദര, സഹോദരി, അവിടെ ചെന്ന് പറ്റി, അയ്യോ, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ജീവനം കൊണ്ട് എവിടെ പോകാനാ? അവിടെ നിൽക്ക്, അഭിമുഖീകരിക്ക്. അവരെ പോലെ കൂട്ടിന് മദ്യമില്ല, കൂട്ടുകെട്ടുകളില്ല, ലഹരിയില്ല. പിന്നെയോ, നിനക്കൊപ്പം സർവശക്തനായ ദൈവമുണ്ട്. ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും വേണ്ടി തീച്ചൂളയിൽ ഇറങ്ങി വന്ന ദൈവം. ആമേൻ. നീ ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ സർവശക്തനായ ദൈവം നിന്നോട് കൂടിയിരിക്കും. ആമേൻ. വെള്ളം പൊങ്ങും. യാക്കോബേ, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചവൻ. ആ വെള്ളം പൊങ്ങത്തേ ഉള്ളൂ, നിന്നെ മുക്കത്തില്ല. ആമേൻ. ആ തീ ആളി കത്തത്തേ ഉള്ളൂ, നിന്നെ ദഹിപ്പിക്കത്തില്ല. കേൾക്ക്, പ്രശ്നം കണ്ടിട്ട് ഓടരുതേ സഹോദരി, ഓടരുതേ. എടാ മക്കളെ, ഓടരുതേ. ആമേൻ. എവിടം വരെ നിങ്ങൾ ഓടും? ഏതുവരെ? ഉറച്ചു നിൽക്കുന്നേ. ദൈവം ആ പ്രശ്നത്തിന്റെ സെന്ററിൽ കൊണ്ട് നിർത്തുക. ആരെ? ഇരമ്യാവിനെ. ആ പ്രശ്നത്തിൽ നിങ്ങൾ ചിലത് അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നോക്കൂ, 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ പ്രശ്നത്തെ മുഖാമുഖമായി ഇരമ്യാവ് കാണുകയാണ്. ആ പ്രശ്നത്തിന്റെ ഭീകരത എന്താണ്? തകർന്ന പാത്രം. നിങ്ങൾ ശ്രദ്ധിക്കണമേ, അത് കുശവന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അർത്ഥം, ആ പാത്രത്തിന്റെ പകുതി പണി പോലും പൂർത്തിയായില്ല, അതിനു മുമ്പേ അത് തകർന്നു പോയി. കുശവന്റെ കയ്യിൽ പാത്രം തകർന്നു എന്ന് വെച്ചാൽ കുറച്ച് ചെളിയായി മാറി, വേസ്റ്റ് ചെളിയായി മാറി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കഴുകിക്കളഞ്ഞ് വെള്ളത്തെ കലക്കി അത് മണ്ണിൽ അലിഞ്ഞു തീരും. അത് ചട്ടിയായി മാറിയിട്ടില്ല, അത് പാത്രമായി മാറിയിട്ടില്ല. പാത്രമായി മാറണമെങ്കിൽ ചൂളയിൽ വെക്കണം, ചൂളയിൽ വയ്ക്കപ്പെട്ടിട്ടില്ല, കയ്യിലിരുന്ന് തന്നെ ഉടഞ്ഞുപോയി. അർത്ഥം, ചെളിയായി ഒന്നിനും കൊള്ളാത്ത, നാറ്റം, ഇറിറ്റേറ്റ് ചെയ്യപ്പെടുന്ന, കഴുകി കളയേണ്ടി വരുന്ന, സ്തോത്രം. ചിലർ സങ്കടപ്പെട്ടിരിക്കുക, എന്ന് എല്ലാവരും കൈ കഴുകി കളഞ്ഞു. ഭർത്താവ് കൈ കഴുകി കളഞ്ഞു, ഭാര്യ കൈ കഴുകി കളഞ്ഞു, മക്കൾ കൈ കഴുകി കളഞ്ഞു, അമ്മയപ്പന്മാർ കൈ കഴുകി കളഞ്ഞു, എല്ലാം അങ്ങനെ അങ്ങ് കൈ കഴുകി കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇനി വേസ്റ്റാ, ഒരു ഉപയോഗമില്ല, ഒരു പ്രയോജനമില്ല. ചെളി,
ആ സ്മെല്ലുള്ള ചെളി അത് വേസ്റ്റായി. അതുകൊണ്ട് ഇനി ഒരു പ്രയോജനമില്ല. അത് മണ്ണിലങ്ങ് അതേ അവസ്ഥയാണ്. അതേ തകർച്ചയോട് ഏറ്റവും പരിതാപകരമായ അവസ്ഥ, തകർച്ചയുടെ ഏറ്റവും പരിതാപകരമായ അവസ്ഥ. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, അയ്യോ ദൈവദാസനെ പ്രശ്നത്തിലേക്ക് ഇറങ്ങി നിന്ന് ഈ പരിതാപകരമായ അവസ്ഥയാണോ കാണേണ്ടത്? ഈ അവസ്ഥ കാണാനാണോ ദൈവം ഇങ്ങനെ കൊണ്ട് ഇറക്കി നിർത്തുന്നത്? നോ. നോക്കൂ, 4-ാമത്തെ വാക്യത്തിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു കാര്യമുണ്ട്. എന്തെന്നറിയാമോ? ആമേൻ. അത് കുശവന്റെ കയ്യിലിരിക്കുക. തകർന്ന പാത്രം കുശവന്റെ കയ്യിലിരിക്കുക. തകർന്ന സഹോദര, നീ കൈവിടപ്പെട്ടിട്ടില്ല. ലോകമേ നിന്നെ കൈവിട്ടിട്ടുള്ളൂ. ലോകമേ നീ നഷ്ടപ്പെട്ടു, നീ പോയെന്ന് പറഞ്ഞിട്ടുള്ളൂ. നീ എൻ്റെ യേശുവപ്പൻ്റെ കയ്യിലാ. സഹോദരി, നീ എൻ്റെ യേശുവപ്പൻ്റെ കയ്യിലാ. മകനെ, മകളെ, നിങ്ങൾ യേശുവപ്പൻ്റെ കയ്യിലാ. മാതാവേ, പിതാവേ, നിങ്ങൾ യേശുവപ്പൻ്റെ കയ്യിലാ. അതേ സ്തോത്രം. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇതിങ്ങനെ തന്നെ തുടരുമോ? ഇല്ല. നീ ദൈവത്തിന്റെ കരങ്ങളിലാ. ആമേൻ, സ്തോത്രം. എന്തിനാ? 18:5 പറയുന്നു, അവൻ അതിനെ മാനപാത്രമാക്കി പണിയും. അതിന്റെ ദൈവം നിന്നെ മാനപാത്രമാക്കി. ഓ സ്തോത്രം. സംതിങ് സ്പെഷ്യൽ. ചോദ്യം ചോദിച്ചായിരിക്കുന്നത് നിന്നോട് തന്നെ. നീ ഒരു സ്പെഷ്യലായി മാറുവാൻ പോകുക. നിന്റെ ദേശത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ പ്രിയപ്പെട്ടവർക്ക്, നിന്നെ അറിയുന്നവർക്ക്, അറിയാത്തവർക്ക്, അതേ നീ ഒരു സ്പെഷ്യലായി മാറുവാൻ പോകുക. നോക്കൂ, യിരെമ്യാവിനെ ചരിത്രമാക്കി മാറ്റുവാൻ തക്കവണ്ണം ആ മാനപാത്രത്തെ ദൈവം ഒരു മുഖാന്തരമാക്കി മാറ്റുക. ദൂത് വിളിച്ചു പറയട്ടെ, സ്തോത്രം. ഈ കാലഘട്ടം അറിയപ്പെടുന്ന ഒത്തിരി ശക്തന്മാർ പുറത്തു വരുവാൻ തക്കവണ്ണം നിന്നെ എൻ്റെ ദൈവം ഒരു മുഖാന്തരമാക്കി മാറ്റുവാൻ പോകുക. വിശ്വസിക്കുവാൻ തയ്യാറാണോ? മാതാവേ, ഈ കാലഘട്ടം അറിയുന്ന ശുശ്രൂഷകന്മാരുടെ മാതാവായി, പിതാവായി, അതേ നിന്നെ എൻ്റെ കർത്താവ് മാറ്റുവാൻ പോകും. ഒരു മുഖാന്തരമായി, ആ ശുശ്രൂഷകന്മാരുടെ മുഖാന്തരമായി എൻ്റെ കർത്താവ് നിന്നെ മാറ്റുവാൻ പോകുക. ഓ താങ്ക്യൂ യേശുവിൻ നാമത്തിൽ സ്തോത്രം. മോനെ, കൈ കഴുകി കളഞ്ഞു? ഇല്ലടാ, നീ യേശുവപ്പൻ്റെ കയ്യിലാ. കർത്താവ് നിന്നെ മാനപാത്രമാക്കി. നിന്റെ പേരിൽ നിന്റെ കുടുംബം അറിയപ്പെടും. ആമേൻ, സ്തോത്രം. ഇന്ന് നിന്റെ പേരിൽ അറിയപ്പെടുന്നുണ്ട്, പക്ഷേ ആ കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കണ്ടടാ. സ്തോത്രം. മോളെ, ആ കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കണ്ട. നിന്റെ പേര് കർത്താവ് മാറ്റും. കുശവന്റെ കരിയറിലെ ഏറ്റവും നല്ല പാത്രമാക്കി. ഓ ചില മാസ്റ്റർ പീസ് ഉണ്ട്, ചില മാസ്റ്റർ പീസ് ഒരിക്കലും അതുപോലെ മാസ്റ്റർ പീസ് നോവൽസ് ഉണ്ട്, ക്ലാസിക്കുകൾ, ലോക ഇതിഹാസങ്ങളായി മാറുന്ന മാസ്റ്റർ പീസ് ഉണ്ട്, നാടകങ്ങളുണ്ട്, സിനിമകളുണ്ട്, എല്ലായിടത്തും മാസ്റ്റർ പീസ് ഉണ്ട്. ആമേൻ. അതുപോലെ ഒന്ന് അത് എഴുതിയവന് പോലും പിന്നെ എഴുതാൻ പറ്റത്തില്ല. ഒരേ ഒരു മാസ്റ്റർ പീസേ കാണത്തുള്ളൂ. എൻ്റെ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസായി നീ മാറുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. അതുകൊണ്ട് ഈ തകർച്ച ഇതിങ്ങനെ അവസാനം അയ്യോ പോകാനല്ല, നീ ദൈവശബ്ദം കേൾക്കുവാനാ. ആമേൻ. പ്രശ്നത്തെ കണ്ട് ഓടി ഒളിക്കരുത്. പ്രശ്നത്തെ അഭിമുഖീകരിക്കുക. സർവശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ നീ തിരിച്ചറിയും, ഇല്ല, കൈ കഴുകി കളയപ്പെട്ടിട്ടില്ല. നല്ല ദൈവത്തിൻ്റെ കരങ്ങളിലാ, നല്ല കുശവന്റെ കരങ്ങളിലാ നീ ആയിരിക്കുന്നു. അവൻ നിന്നെ ഒരു മാനപാത്രമായി പണിയും. അപ്പോൾ ഒന്നും അവസാനിച്ചിട്ടില്ലെന്നേ, ധൈര്യമായിരിക്കുക. അയ്യോ ഒറ്റയ്ക്ക് എങ്ങനെ ദൈവദാസനെ അല്ലെന്നേ. പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നു. പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ നിങ്ങൾ അറിയുന്നവരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. ഇതുപോലുള്ള പ്രോഗ്രാമുകൾ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് കേട്ട് അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഇതുപോലെ അനേകർക്ക് അനുഗ്രഹമായി നിങ്ങൾക്കും പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യുവാൻ അവസരമുണ്ട്. സ്പോൺസർ ചെയ്ത കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുവാനായിട്ട് കഴിയും പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ലൈവായി നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ അത്ഭുതങ്ങളെ കാണും. എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ സഭാരാധന രാവിലെ 10 മണി മുതൽ. നിങ്ങളൊരു ആത്മീയ ആരാധന മിസ് ചെയ്തായിരിക്കുന്നുവെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ കഴിയും. കടന്നു വരുവാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ ദൂരപരിധിക്കുള്ളിലായിരിക്കുന്നവർ, മറ്റൊരാലയത്തിൽ കടന്നു പോകാത്തവർ കടന്നു വരിക.
നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഏറ്റവും ശ്രേഷ്ഠകരമായത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. വൈകുന്നേരം 3 മണി മുതൽ രണ്ടാമത്തെ സെക്ഷൻ നെയ്യാറ്റിൻകര അമരവിളയിൽ താന്നിമൂട് MS പ്ലാസയുടെ താഴെ ഒരു പഴയ വെയിറ്റിംഗ് ഷെഡുണ്ട്. അതിൻ്റെ തൊട്ടുപുറകിൽ സുമംഗലി ഓഡിറ്റോറിയത്തിനടുത്ത് കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അടിയുറപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് അങ്ങ് ഉത്തരം നൽകിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. അങ്ങ് ഇവരോട് സംസാരിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. മാനപാത്രമാക്കി അങ്ങ് പണിതെടുത്ത കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഇവരിലെ രോഗികൾക്ക് വേണ്ടി ഇപ്പോൾ അടിയൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ, എല്ലാ രോഗബന്ധനങ്ങളും ഇപ്പോൾ വിട്ടുപോകട്ടെ. രോഗാതുരമായ നാഡീ നരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ. യേശോപ്പ, അസ്ഥിമേൽ വ്യാപരിക്കുന്ന രോഗം, അതുമായി നിരവധി ആശുപത്രികൾ കയറിയിറങ്ങി മടുത്തായിരിക്കുന്നവർ ഇപ്പോൾ കർത്താവ് അങ്ങ് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി യേശുവിൻ നാമത്തിൽ ആ ജോയിന്റുകളിൽ കരംവെച്ച് പ്രാർത്ഥിച്ചോട്ടെ. കാൽ നിലത്തൂന്നുവാൻ കഴിയാതെ കാലിന് ബലക്ഷയമായിരിക്കുന്നവർ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ തൊടുകയാണ്. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അപ്പം തൊട്ട് സൗഖ്യമാക്കിയ കൃപയ്ക്കായി ആമേൻ. സ്തോത്രം. ആമേൻ. നെഞ്ചത്ത് സഹിക്കുവാൻ കഴിയാത്ത വേദനയായി ഭയപ്പാടോടെ ആയിരിക്കുന്ന സഹോദരൻ, ഒരു സഹോദരി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് സൗഖ്യമാക്കിയ ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ വേദന യേശുവിൻ നാമത്തിൽ അപ്പാ അങ്ങ് സൗഖ്യമാക്കണമേ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാം. സ്തോത്രം. ഉറക്കമില്ലായ്മ കൊണ്ട് ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ ഡിപ്രഷനുകളും മാറിപ്പോകുക. ആമേൻ. സ്തോത്രം. എല്ലാ ബലഹീനതകളും, എല്ലാ ഇമ്പോർട്ടൻറ്റും മാറിപ്പോകുക. ആമേൻ. താങ്ക് യു ലോർഡ്. അപ്പോൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവേ, അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ നൽകി മാനിച്ചാട്ടെ. തൊഴിലിടങ്ങളിലെ എല്ലാ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. പല രാജ്യങ്ങളിൽ ജോലിക്കായി കടന്നുപോയി നല്ല ജോലികൾ ലഭിക്കാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ, വിസിറ്റിംഗ് വിസകളിൽ കടന്നുപോയി ജോലിയില്ലാതെ ആയിരിക്കുന്നവർ, യേശുവേ നല്ല ജോലി നൽകണമേ. വിദേശ രാജ്യങ്ങളിൽ പല നിലകളിൽ തൊഴിൽ പ്രശ്നങ്ങളിലായിരിക്കുന്നവർ, ശമ്പളം കൃത്യമായി കിട്ടാത്തവർ ശമ്പളം കിട്ടട്ടെ. സ്ഥിര ജോലികൾ കിട്ടാത്തവർ സ്ഥിര വരുമാനമുള്ള ജോലികൾ കിട്ടട്ടെ. വിസകൾക്കായി വെയിറ്റ് ചെയ്യുന്നവർ വിസകൾ അടിച്ചു വരട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. ചില പേപ്പേഴ്സിലെ ഇറേഴ്സ് തിരുത്തപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ OET, IELTS, പ്രോമെട്രി എക്സാമുകൾ എഴുതി പല വിശാലതയും പ്രാപിച്ചായിരിക്കുന്നവർ വിശാലത വെളിപ്പെടട്ടെ. സ്ഥിരതയുണ്ടാകട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. യൂറോപ്യൻ കൺട്രീസിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് വഴി തുറക്കുക. ആ വിസ തടസ്സം മാറുക. താങ്ക് യു ലോർഡ്. യേശുവിൻ മക്കളെ അയക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ കരങ്ങളിൽ ആ നന്മ ഒരുങ്ങപ്പെടുക. ആമേൻ. എല്ലാ പ്രോബ്ലങ്ങളും നിയമം മുഖാന്തരം ചില തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് നിയമ മുഖാന്തരമുള്ള തടസ്സത്തെ കർത്താവ് മാറ്റുക. പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവരുടെ വിദ്യാഭ്യാസം, മുൻപോട്ടുള്ള ജീവിതം, ഭാവി അനുഗ്രഹമായി തീരട്ടെ. അവരുടെ ഭാവിക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയായിരിക്കുന്ന എല്ലാ അനുഭവങ്ങളും മാറിപ്പോകട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ഭാവി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. സ്തോത്രം. അതെ, ആ തടസ്സം മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ഉദരഫലങ്ങൾ ജനിക്കട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് അപ്പാ അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങൾ നൽകണമേ. പണികൾ പൂർത്തിയാക്കപ്പെട്ടത്, വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത്. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. ആമേൻ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്ത് മാറിപ്പോകട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. ആത്മഹത്യ ചെയ്യുവാനായി ഭർത്താവിൻ്റെ മദ്യപാന മുഖാന്തരം ആത്മഹത്യ ചെയ്യുവാനായി ഒരുങ്ങിയിരിക്കുന്ന സഹോദരി, കർത്താവ് നിൻ്റെ ഭർത്താവിനെ പണിയും യേശുവിൻ നാമത്തിൽ മാനപാത്രമായി. താങ്ക് യു ലോർഡ്. സ്തോത്രം. എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ. കേസുകൾ, സിവിൽ ക്രിമിനൽ കേസുകൾ തീർപ്പാകട്ടെ. അതിര് തർക്കങ്ങൾ, വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ സഭകൾ വളരട്ടെ. പ്രാർത്ഥനാ മനുഷ്യർ എഴുന്നേൽക്കട്ടെ. ഭവനങ്ങൾക്കകത്തു നിന്ന്, ഓരോ ഭവനങ്ങൾക്കകത്തു നിന്നും ശുശ്രൂഷകർ എഴുന്നേൽക്കട്ടെ. ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെടുന്നവർ എഴുന്നേൽക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അനുഗ്രഹമാക്കി പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ
നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.